നമസ്കാരം. പൊതുമേഖലാ ടെലികോം ഓപ്പറേറ്ററായ ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ് അടുത്തിടെ 2024 ജൂലൈ മാസത്തിൽ വരിക്കാരുടെ എണ്ണത്തിൽ വർധനവ് കൊണ്ടുവന്നപ്പോൾ സ്വകാര്യ ടെലികോം കമ്പനികൾക്ക് ഉപഭോക്താക്കളെ നഷ്ടപ്പെട്ടിരുന്നു. വ്യവസായത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സാധാരണ കാഴ്ചയല്ല. എന്നിരുന്നാലും സ്വകാര്യ ടെലികോം കമ്പനികൾ ചെയ്തത് കണ്ടാൽ ഇത് എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് ആർക്കും മനസ്സിലാകും. സ്വകാര്യ ടെലികോം കമ്പനികൾ അവരുടെ പ്ലാനുകളുടെ വില വർദ്ധിപ്പിച്ചിരുന്നു. ചില പ്ലാനുകൾ അവയുടെ വിലയെ അപേക്ഷിച്ച് വളരെ ചിലവേറിയതാണ്. അതുകൊണ്ട് തന്നെ ഉപയോക്താക്കൾ കുറഞ്ഞ നിരക്കിലുള്ള താരിഫുകളുള്ള BSNLന്റെ നെറ്റ്വർക്കിലേക്ക് പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ ഒരു കാര്യം വ്യക്തമാണ്, BSNLനുള്ള ഈ സബ്സ്ക്രൈബർ കയറ്റം ഗുണനിലവാര പ്രശ്നങ്ങളിൽ നിന്നല്ല, മറിച്ച് വിലയെക്കുറിച്ചുള്ള ആശങ്കകളിൽ നിന്നാണ്. എന്നാൽ വില വ്യത്യാസം കൊണ്ട് മാത്രം നിങ്ങൾക്ക് ടെലികോം വിപണിയിൽ വിജയിക്കാനാവില്ല. എന്നാൽ BSNL വരിക്കാരുടെ നേട്ടം സ്വകാര്യ ടെലികോം കമ്പനികൾക്ക് ഭീഷണിയല്ല. കുറഞ്ഞ താരിഫ് കാരണം ഉപഭോക്താക്കളെ ചേർത്താലും BSNL സ്വകാര്യ ടെലികോം കമ്പനികളുടെ ബിസിനസ്സിന് അപകടമുണ്ടാക്കാൻ സാധ്യതയില്ലെന്ന് ജെഫ്രീസ് ഒരു കുറിപ്പിൽ പറയുന്നുണ്ട്. വോഡഫോൺ ഐഡിയയുടെ CA അക്ഷര മൂന്ദ്രയും സമാനമായ കാര്യം പറഞ്ഞിട്ടുണ്ട്. തങ്ങളുടെ ഉപഭോക്താക്കൾക്ക് BSNL നെറ്റ്വർക്കുകളിലേക്ക് പോർട്ട് ചെയ്യുന്ന പ്രവണത കാണുമ്പോൾ ഉപഭോക്താക്കൾ മികച്ച 4G കണക്ടിവിറ്റിക്കായി തിരയുന്നവരാണെങ്കിൽ ഇത് വിപരീതമാകുമെന്ന് മൂന്ദ്ര പറഞ്ഞിരുന്നു. 4G റോൾ ഔട്ടിന്റെ കാര്യത്തിൽ BSNL സ്വകാര്യ ടെലികോം കമ്പനികളെക്കാൾ വളരെ പിന്നിലാണ്. കൂടാതെ സമീപകാല ഫണ്ടിങ്ങിനൊപ്പം വോഡഫോൺ ഐഡിയ മികച്ച സ്ഥാനത്താണ് ഉള്ളത്. ഇവർ നെറ്റ്വർക്കുകൾ നവീകരിക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഒപ്പം Vi 5G ഇന്ത്യയിൽ ഉടൻ അവതരിപ്പിക്കാനിരിക്കുകയാണ്. 2024 ജൂലൈയിൽ BSNL 2.9 ദശലക്ഷം ഉപയോക്താക്കളെ ചേർത്തപ്പോൾ സ്വകാര്യ ടെലികോം ഓപ്പറേറ്റർമാർക്ക് ഉപയോക്താക്കളെ നഷ്ടപ്പെട്ടിരുന്നു. വർധനകൾക്കു ശേഷം കുറച്ച് സിം ഏകീകരണം ഉണ്ടാകുമെന്ന് ടെലികോം കമ്പനികൾ നേരത്തെ തന്നെ പ്രതീക്ഷിച്ചിരുന്നതാണ്. അതുകൊണ്ട് തന്നെ അവർ അതിനെക്കുറിച്ച് കൂടുതൽ ആശങ്കാകുലരല്ല. വരുമാന നിലവാരം ഉയർത്തുക എന്നതാണ് അവരുടെ ലക്ഷ്യം. ഇത് ഓരോ ഉപയോക്താവിന്റെയും ശരാശരി വരുമാനം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. കൂടുതൽ ഗുണമേന്മയുള്ള ഡാറ്റ ആഗ്രഹിക്കുന്ന ഡാറ്റ സബ്സ്ക്രൈബർമാർ ഗുണനിലവാരമുള്ള സേവനങ്ങൾക്കായി സ്വകാര്യ ടെലികോം കമ്പനികൾക്ക് കൂടുതൽ പണം നൽകാൻ തയ്യാറായിരിക്കും. അങ്ങനെ ഈ ട്രെൻഡ് റിവേഴ്സ് ആകുകയും അത് പഴയ രീതിയിലേക്ക് മടങ്ങുകയും ചെയ്യും. BSNL ഉപഭോക്താക്കളെ നഷ്ടപ്പെടുത്തുകയും സ്വകാര്യ ടെലികോം കമ്പനികൾ അവരെ കൂട്ടിച്ചേർക്കുകയും ചെയ്യും. ടെൽകോയ്ക്ക് 4G വേഗത്തിൽ കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ മാത്രമേ BSNLന് ദീർഘകാലത്തേക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ മറുവശത്ത് BSNL ഇതുവരെ 35,000 ടവറുകളിൽ 4G ലഭ്യമാക്കിയതായി കേന്ദ്ര ടെലികോം മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ ഇന്ന് പറഞ്ഞിരുന്നു. 2025 ജൂണോടെ 1 ലക്ഷം 4G സൈറ്റുകൾ എന്ന ലക്ഷ്യത്തിലേക്ക് BSNL എത്തുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഈ പ്രഖ്യാപനം BSNL വരിക്കാരെ സംബന്ധിച്ചിടത്തോളം ആഹ്ലാദകരവും സ്വകാര്യ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിപ്പിക്കുന്നതുമാണ്.